തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴയായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമ്മൾ ആ കമ്പികളെല്ലാം പുറത്തു നിൽക്കുകയാണ്. ഇത് മറിഞ്ഞു വീണാൽ അപ്പോഴേ പൊത്തു കയറും. മഴ തോരും വരെ പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ ആരും ചാല കമ്പോളത്തിൽ വരേണ്ട. ഇതുപോലെ വാരിക്കുഴിയിൽ വീണേക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. മഴയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു മുമ്പുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ സർക്കാരും നഗരസഭയും ജനങ്ങളെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ടു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. മാസം 6-8 ആയില്ലേ ഇതറിയ പൊളിച്ചിട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് വിടുന്ന തീരുന്നതിന് ശേഷം ഇവര് ശരിയാക്കോളാം. അട്ടകുളങ്ങരയിലെയും ചാലയിലെയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചു. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമായ കൊത്തുവാൾ സ്ട്രീറ്റിൽ എത്തിയില്ല. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ചാലയ്ക്കുള്ളിൽ കയറിയില്ല. ആരെയോ ബോധിപ്പിക്കാനെന്നോണം പ്രതിഷേധമില്ലാത്തിടത്ത് 5 മിനിറ്റ് നീളുന്ന സന്ദർശനം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഒരൊറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന നഗരാസൂത്രണമാണ് തിരുവനന്തപുരത്തെങ്കിൽ ഉത്തരവാദി മേയറാണ്, സർക്കാരാണ്. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ